ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു വെബും ആപ്പും കൂടെ ഉള്ളൊരു പ്രൊജക്റ്റ് റൺ ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാം ചില പ്രൊജക്ട്സിൽ നമുക്ക് അഡ്മിൻ സൈഡ് യൂസർ സൈഡ് ആപ്പായിരിക്കാം. അങ്ങനെ ഒരു കേസിൽ നമുക്ക് ഏത് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നോ അപ്പോഴും ആദ്യം ഫസ്റ്റ് വാമ്പ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ വാമ്പ് സ്റ്റാർട്ട് ചെയ്യണം ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം MySQL ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പൈത്തൻ്റെ പ്രൊജക്റ്റ് ബാക്കിൻ്റെ. നമുക്ക് ഏത് ഫോൾഡറിൽ കയറിയിട്ട് പ്രൊജക്റ്റ് ഫോൾഡർ കയറാം. നേരത്തെ എല്ലാം നമ്മൾ ചെയ്യുന്ന പോലെ CMD അടിച്ചിട്ട് എപ്പോഴും ഈ ഒരു manage.py ഫയലുള്ള ആ ഒരു പോർഷൻ വേണം എടുത്ത് റൺ ചെയ്യാനായിട്ട്. കോഡ് സ്പേസ് ഡോട്ട് അടിച്ച് നമുക്ക് പ്രൊജക്റ്റ് VS കോഡിൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ നമ്മുടെ പ്രൊജക്ട്സ് റൺ ചെയ്തുകൊണ്ടിരുന്ന പോലെ ടെർമിനലിൽ കമാൻഡ് അടിച്ച്, ഇതൊരു ജാങ്കോ പ്രൊജക്റ്റാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നമ്മൾ റൺ സെർവർ കമാൻഡ് അടിച്ചിട്ടാണ് റൺ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഫുള്ളി വെബ്സൈറ്റ് പ്രൊജക്റ്റ് റൺ ചെയ്യുമ്പോൾ പൈത്തൺ manage.py റൺ സെർവർ അത്രയും കമാൻഡ് അടിച്ചിട്ട് നമുക്ക് റൺ ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ആണെങ്കിലും വെബ് പോർഷൻ നമുക്ക് ഇത്രയും കമാൻഡ് അടിച്ച് ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ APK, അതായത് നിങ്ങളുടെ കയ്യിലുള്ള APK ആയിട്ട് കണക്ട് ചെയ്തിട്ട് അറ്റ് എ ടൈം വെബ്സൈറ്റും ആപ്പും ലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ പോർട്ട് നമ്പർ വെച്ചിട്ട് റൺ ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഒരു ന്യൂ ടെർമിനൽ എടുത്തിട്ട് അവിടെ പൈത്തൺ manage.py റൺ സെർവർ 0.0.0:8000 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ 8000 ആയിരിക്കാം, 5000 ആയിരിക്കാം, ഏതാണ് നിങ്ങളുടെ പോർട്ട് നമ്പർ എന്ന് റെക്കഗ്നൈസ് ചെയ്യാം. പോർട്ട് നമ്പർ അടിച്ചിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പോൾ റൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പോർട്ട് നമ്പർ വെച്ചിട്ട് ഇനി ഈ ഒരു ഇൻ്റർഫേസിൽ നമുക്ക് വെബ്സൈറ്റ് ലോഡ് ചെയ്യണമെങ്കിൽ നേരെ ഓപ്പൺ, ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് എടുക്കുമ്പോൾ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വെബ് എടുക്കുമ്പോൾ നേരത്തെ കമാൻഡ് അടിക്കുമ്പോൾ ഡയറക്റ്റ് വെബ്സൈറ്റ് ലോഡ് ആവും. ഇങ്ങനെ വന്ന കേസിൽ നമുക്ക് അറ്റ് എ ടൈം വെബ്സൈറ്റും ആപ്പും ലോഡ് ചെയ്യണമെങ്കിൽ വെബ്സൈറ്റ് ലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരിക. അപ്പോൾ അവിടെ 000 റീപ്ലേസ് ചെയ്തിട്ട് ലോക്കൽ ഹോസ്റ്റ് പോർട്ട് നമ്പർ ഇങ്ങനെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റിൽ ലോഡാവും, ആപ്പും കണക്റ്റ് ആവും. ഇനി നമ്മുടെ ആപ്പിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസ് നമുക്കൊരു IP നമ്പർ അടിക്കാനുള്ളതായിരിക്കും ഫസ്റ്റ് ഇൻ്റർഫേസ്. അപ്പോൾ നമ്മൾ IP നമ്പർ എടുക്കാനായിട്ട് നമ്മുടെ സെർച്ച് ബാറിൽ കമാൻഡ് പ്രോംപ്റ്റിൽ കയറാം. CMD എന്ന് ടൈപ്പ് ചെയ്ത് നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് എടുത്തിട്ട് അവിടെ IP config എന്ന് കൊടുത്ത് എൻ്റർ അടിക്കാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്കിൻ്റെ IP നമ്പറാണ്, നമ്മുടെ ഫോണും സിസ്റ്റം കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ IPv4 അഡ്രസ്സ് എന്ന് പറഞ്ഞ നമ്പർ നമ്മുടെ ഫോണിൽ ഫസ്റ്റ് ഇൻ്റർഫേസിൽ ഈ നമ്പർ കൊടുക്കണം. അപ്പോൾ അത് കണക്റ്റ് ആവും. ഇനി നമുക്ക് നമ്മുടെ കറസ്പോണ്ടിങ് SQL വാല്യൂസ്, ലോഗിൻ ടേബിളിലെ വാല്യൂസ് വെച്ചിട്ട് ആപ്പിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വെബും ആപ്പും കൂടെയുള്ളൊരു പ്രൊജക്റ്റ്, നമ്മൾ ജാങ്കോ പ്രൊജക്റ്റ് റൺ ചെയ്യേണ്ടത്.